പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് കേൾക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തില് 18-ാം അധ്യായം 30 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയുടെ എണ്ണമനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണെന്നും ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവനെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. ഹല്ലേലൂയ. സന്തോഷമാണോ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടായ്മയാണ് ഡിവൈൻ കൂട്ടായ്മ. അതൊരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പനക്കലച്ചൻ നിങ്ങളീ വലിയ കൂട്ടായ്മയൊക്കെ തുടങ്ങി അതിൻ്റെ ആ ഒരു നിറവിൽ നിന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ വർഷം വീണ്ടും ഇതുപോലൊരു കൂട്ടായ്മ കാണാൻ സാധിച്ചതിന് നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിച്ചതിനെ വളർത്തുന്ന പനക്കലച്ചനെ ഏറ്റവും നന്ദിയോടെയും സ്നേഹത്തോടെയും ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പ്രാർത്ഥനാവേളയിൽ കർത്താവ് പറഞ്ഞു, ഈ സ്റ്റേജിൽ നിന്ന് വെടിക്കെട്ട് കൈയിടിയെന്ന് പറയണ്ട, പകരം ഒരു വചനം പറയാൻ പറഞ്ഞു. ആ വചനം സങ്കീർത്തനം 47:1. ആ വചനം എങ്ങനെയാണ്? ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന് മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അന്ന് തുടങ്ങി ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ പറയും, സങ്കീർത്തനം 47:1. ഉടനെ ജനം കൈയടിക്കും. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 30 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ എന്താ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ലോകം കണ്ട ഏറ്റവും വലിയ മത്സരമാണ് ഇവിടെ കാണുന്നത്. കാരണം ആ മത്സരത്തിൽ എന്താ നടക്കുന്നേ? യഥാർത്ഥ ദൈവം ആരെന്ന് കണ്ടെത്തുക. യഥാർത്ഥ ദൈവം ആരെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള മത്സരമാണ്. മത്സരാർത്ഥികൾ 2 ടീമുണ്ട്. അത് ഒരു ടീം ബാൽദേവന്റെ പ്രവാചകരാണ്, ഒരു ടീം ഏലിയായും
കൂട്ടരും. ബാൽദേവന്റെ പ്രവാചകര് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ബാൽദേവനാണ് യഥാർത്ഥ ദൈവം. എലിയ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ സൈന്യങ്ങളുടെ കർത്താവാണ് യഥാർത്ഥ ദൈവം. അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ എലിയ പറയുകയാണ്, തർക്കിച്ചു കൊണ്ടിരുന്നാൽ യഥാർത്ഥ ദൈവം ആരെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ ദൈവം ആരെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു മത്സരം നടത്താം. ബാലിന്റെ പ്രവാചകര് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, മത്സരത്തിന്റെ പേര് നീ പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ബാൽദേവനാണ് യഥാർത്ഥ ദൈവം. പ്ലേരിയ മത്സരത്തിന്റെ പേര് പറയുന്നു, മത്സരത്തിന്റെ പേര് ബലി അർപ്പണം എന്നാണ്. ഇനി എങ്ങനെ ബലി അർപ്പിക്കണമെന്ന് എലിയ പ്രവാചകൻ പറയുകയാണ്. നിങ്ങൾ ബലിപീഠം ഒരുക്കണം, ബലിവസ്തു വെക്കണം, എണ്ണയൊഴിക്കാൻ പാടില്ല, തീ കൊളുത്താൻ പാടില്ല. നിങ്ങൾ ബാൽദേവനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി വന്ന് ആ ബലിവസ്തു ചുട്ടുകരിച്ചാൽ ഞാൻ വിശ്വസിക്കാം ബാൽദേവനാണ് യഥാർത്ഥ ദൈവം. എലിയ പറഞ്ഞു ഞാൻ ബലിപീഠം ഒരുക്കും, ബലിവസ്തു വെക്കും, എണ്ണയൊഴിക്കില്ല, തീ കൊളുത്തില്ല, ഇസ്രായേലിലെ സൈന്യങ്ങളെ കർത്താവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ട് ആകാശത്ത് അഗ്നി ഇറങ്ങി വന്ന് ബലിപീഠവും ബലിവസ്തു ചുട്ടുകരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കണം ഇസ്രായേലിലെ സൈന്യങ്ങളുടെ കർത്താവാണ് യഥാർത്ഥ ദൈവം. ബാൽദേവന്റെ പ്രവാചകർ ഞങ്ങൾ റെഡിയാണ്, എപ്പോഴാ ബലി അർപ്പിക്കേണ്ട പറഞ്ഞാൽ മതി. എലിയ പറഞ്ഞു നിങ്ങൾ ആദ്യം ബലി അർപ്പിക്കുക. ബാൽദേവന്റെ പ്രവാചകര് ബലിപീഠം ഒരുക്കി, ബലിവസ്തു വെച്ചു, എണ്ണയൊഴിച്ചില്ല, തീ കൊളുത്തിയില്ല. അവർ ആ ബലി പിടിച്ചിട്ട് നൃത്തം ചെയ്ത് അവർ ബാൽദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ബാൽദേവാ അഗ്നി ഇറക്കണേ, നീയാണ് യഥാർത്ഥ ദൈവം എന്ന് കാട്ടിക്കൊടുക്കണേ. പക്ഷെ അഗ്നി ഇറങ്ങി വരുന്നില്ല. അവർ മടുക്കുമ്പോൾ എലിയ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറയും, കുറച്ചുകൂടെ ഉച്ചത്തിൽ വിളിക്ക്, കുറച്ചുകൂടെ ശക്തിയോടെ നൃത്തം ചെയ്യും. ഒരു പക്ഷെ നിങ്ങളുടെ ദേവന് ഉറങ്ങുകയായിരിക്കും, ഒരുപക്ഷെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവസാനം അടുത്ത് അവരൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ബലി അർപ്പിക്കാൻ തുടങ്ങി. അതാ ഞാൻ വായിച്ചത്. ഏലിയ ബലിപീഠം ഒരുക്കി, ബലിവസ്തു വെച്ചു, എണ്ണയൊഴിച്ചില്ല, തീ കൊളുത്തിയില്ല. ആ ബലിപീഠത്തിനരികിൽ മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ഇസ്രായേലിലെ സൈന്യങ്ങളുടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ്, അങ്ങാണ് യഥാർത്ഥ ദൈവമെന്നും അങ്ങ് കൽപ്പിച്ചതനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും ഈ ജനം അറിയുന്നതിന് അഗ്നി ഇറക്കിക്കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് എലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് അഗ്നി ഇറങ്ങി വന്നു, ബലിപീഠവും ബലിവസ്തുവും ചുട്ടുകരിച്ചു. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ കർത്താവാണ് യഥാർത്ഥ ദൈവം.